ഈ സ്റ്റാർ മാജിക് നിർത്തിയേക്കാലോ, അത് എന്തുകൊണ്ടായിരുന്നു നിർത്താൻ കാരണം? സ്റ്റാർ മാജിക് നിർത്താൻ കാരണം എനിക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആയില്ലേ ബ്രേക്ക്, എല്ലാ പരിപാടി ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ ബ്രേക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ പുതിയൊരു തുടങ്ങും, പുതിയ രൂപത്തിൽ തുടങ്ങും, അങ്ങനെ തന്നെ പുതിയ എല്ലാ. അപ്പോൾ ഒരു ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ. ഞാൻ പിന്നെ ഒരുപാട് വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ല. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ഡയറക്ടറിൻ്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റ് പോയിട്ട് എന്തുകൊണ്ട് നിർത്തി എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. ഇത് സ്റ്റാർ മാജിക് തുടങ്ങിയ സമയത്തൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് പ്രേക്ഷകർ തന്നിരുന്നു. പിന്നീട് പക്ഷെ എന്നാൽ പോലും ചില ആളുകൾക്കെതിരായിട്ട് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ചെയ്യുന്ന പോലൊരു ഫീൽ വന്നിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് തീരാൻ നേരത്തൊക്കെ ആയിരിക്കും. പിന്നെ അതൊന്നും കൂടുതൽ ഞാൻ പിന്നെ നെഗറ്റീവിന് പിന്നാലെ പോകുന്ന ഒരാളല്ല. എന്നെ പറ്റിയും ആളുകൾ നെഗറ്റീവ് പറയും, ആരെ പറ്റി പറയും. അപ്പോൾ നിങ്ങളുടെ ചാനലിടുന്ന കണ്ടന്റ് മോശമാണ്, നിങ്ങളുടെ ചാനലിനെ പറ്റി നെഗറ്റീവ് പറയും. അത് ഈ ഒരു വേൾഡ് എങ്ങനെയാണ്, പോസിറ്റീവ് ഉണ്ടെങ്കിലല്ലേ നെഗറ്റീവ് ഉണ്ടാവുള്ളൂ. അത്ര മനസ്സിലാക്കിയാൽ മതി. ആ ഒരു പ്രോഗ്രാം ഭീകരമായിട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിന് ഭയങ്കര മാറ്റം കൊണ്ടുവന്നൊരു പരിപാടിയാണ് സ്റ്റാർ മാജിക്. അപ്പം ഞാനൊരിക്കലും എനിക്ക് അരി തന്ന ഒരു ഇതിനെപ്പറ്റി അത് നല്ലത് മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളൂ. പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യം എനിക്കറിയാം. ഓരോ ആളുകൾക്ക് ഓരോ സമയദോഷം ഉണ്ടാകും. സമയദോഷം ഉണ്ടാകുമ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളുടെ സമയത്തിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഞാൻ ലാസ്റ്റ് സമയത്തൊന്നും ഞാൻ സ്റ്റാർ മാജിക്കിലില്ല. അതാണ് അവിടെ എന്താ സംഭവിക്കുന്നത്. നിങ്ങളൊരു ഫാമിലി ഉണ്ടല്ലോ, അതിന് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. എന്നെ ആളുകൾ തിരിച്ചറിയുന്നതും സംസാരിക്കുന്നതും എല്ലാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സ്റ്റാർ മാജിക് എന്നൊരു പരിപാടി കൊണ്ടാണ്. ഞാൻ സിനിമയിലെ കഥാപാത്രങ്ങളോ ഞാനിപ്പോഴും ഏത് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് അറിയില്ല. ഞാൻ കുറേ പടങ്ങളിൽ നല്ല വേഷങ്ങളും ചെറിയ വേഷങ്ങളും എല്ലാം ചെയ്തു. ചെറിയ മരക്കാർ അല്ല ഒരുപാട് സിനിമകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻ അപ്പോൾ കൂടെ സിനിമകളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് 10-15 പടങ്ങൾ ഞാൻ ചെയ്തു. തമിഴ് പടം വരെ ചെയ്തു, 2 പടം തമിഴ് ചെയ്തു. ഞാൻ ഏത് നടനാണെന്ന് ചോദിക്കുന്നതിന് ഉപരി ഒരു സ്റ്റാർ മാജിക്കിലെ പുള്ളി എന്നാണ് എന്നെ ആളുകൾ പ്രശംസിക്കുക. അതിൽ ബിഗ് ബോസ് ഉണ്ടായിരുന്നവൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്കത് വലിയ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മാത്രമായിട്ട് ഒപ്പീനിയൻ പറയാം. മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് സ്റ്റാർ മാജിക്കിൽ. പിന്നെ ലാസ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല. കാര്യം നമ്മളവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ആ പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി കൂടുതൽ അതിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട്. ചില ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയി. ഒരിക്കലില്ല, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ. ഞാൻ ടമാർപടാർ എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക്. അതെനിക്കറിയില്ലേ? ടമാർപടാർ ആയിരുന്നു. അതിനുശേഷം സ്റ്റാർ മാജിക്. സ്റ്റാർ മാജിക്ക് ശേഷം വേറെ എന്ത് പേരിൽ വേറെ രൂപത്തിലേക്ക് വരും. ഇതൊരു ആർക്കും അങ്ങനെ വെറുക്കുന്ന പരിപാടി ഒന്നുമില്ല. ഗെയിമും അങ്ങനെയുള്ള പരിപാടികളൊക്കെ. പിന്നെ ചില ആൾക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടില്ല, അത് എല്ലാവരും പറയും. ഇതിൻ്റെ അടിയിലും കുറേ ആളുകൾ നെഗറ്റീവായിട്ട് വരും, പറയും. നമ്മളതിന് ബോധർ ചെയ്യാൻ ചെയ്ത് 2 ദിവസത്തിൽ പറയുള്ളൂ, അതിന് വേണ്ടി തീർന്നല്ലോ. എല്ലാ കാര്യങ്ങളും അത്രേ ഉള്ളൂ. ഇതിപ്പം ഒരു 2 ആഴ്ച സ്റ്റാർ മാജിക്കിനെ പറ്റി എന്തുകൊണ്ട് നിർത്തിയെന്നുള്ള ചർച്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആളുകൾ മറക്കും. ആളുകൾ അവർ നേരത്തെ പറഞ്ഞത് ഗോയിങ് വിത്ത് ഫ്ലോയിൽ അങ്ങ് പോകും. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക്സ് കേട്ടോ, സന്തോഷം. താങ്ക് യു.